പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജനിക്കാൻ ഇതാ ആ സമയം സമാഗതമായിക്കൊണ്ടിരിക്കുക. ഈ വർഷം നമ്മുടെ വിമോചനത്തിനായി, നമ്മുടെ ഡെലിവറൻസിനായി, നമ്മുടെ സൗഖ്യത്തിനായി ആ ഉണ്ണിയേശുവിനെ വ്യക്തിപരമായി നമുക്ക് കണ്ടുമുട്ടണം. ആ ഉണ്ണിയേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഉണ്ണിയേശുവിൻ്റെ കൃപ, ആ ഉണ്ണിയേശുവിൻ്റെ ചൈതന്യം, ആ ഉണ്ണിയേശുവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഒരു പകർച്ചയുണ്ടാകണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ക്രിസ്തുബോധമുണ്ടാകും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സാത്താൻ വിട്ടുമാറാൻ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് സാത്താൻ വിട്ടുമാറാൻ നാം ചെയ്യേണ്ടത് ആ ഒരു ക്രിസ്തുബോധം എല്ലാം നമ്മുടെ മക്കൾക്ക് ലഭിക്കാനാണ്. നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് എന്തും കൊടുക്കാൻ തയ്യാറാണ്, അവർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ തലമുറയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഉണ്ണിയേശുവിനെ, ജീവിക്കുന്ന ദൈവത്തെ എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചോ? എനിക്ക് അല്പനാളെങ്കിലും യേശുവിനെ പോലെ ജീവിക്കാൻ സാധിച്ചോ? യേശുവിനെ പോലെ ജീവിച്ചാൽ മാത്രമേ ആ ഒരു പകർച്ച നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആ ഒരു ക്രിസ്തുബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് പ്രിയപ്പെട്ടവരെ ഡെലിവറൻസിന്, വിടുതലിന്, മോചനത്തിന് കാരണമാകുന്നത്. ഇന്നേതിന് ക്രിസ്മസിനോട് അടുക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കുക. എത്രയോ നിയോഗങ്ങളുണ്ട്, ആയിരക്കണക്കിന് നിയോഗങ്ങൾ ആളുകൾ എഴുതി തന്നിരിക്കുന്നത് എൻ്റെ കൈവശമുണ്ട്. ആ നിയോഗങ്ങളെല്ലാം ഈ ദിവസം സമർപ്പിക്കുക. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇന്നത്തെ നിങ്ങളുടെ യാത്രകൾ, ഇന്ന് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദിവസമാണെന്ന് വിശ്വസിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു പുതിയ അഭിഷേകവും, ഒരു പുതിയ അനോയിന്റിങ്ങും, ഒരു പുതിയ കൃപയും, ഒരു പുതിയ ശക്തിയും നിങ്ങളിലേക്ക് ഒഴുകട്ടെ. നിങ്ങളുടെ കണ്ണുനീരിന്, നിങ്ങളുടെ നെടുവീർപ്പുകൾക്ക്, നിങ്ങളുടെ ചങ്കിടിപ്പുകൾക്ക്, നിങ്ങളുടെ ആകുലതകൾക്ക്, നിങ്ങളുടെ അകാരണ ഭയങ്ങൾക്ക് ഇന്ന് കർത്താവ് ഉത്തരം നൽകട്ടെ. കടങ്ങൾ മൂലമുള്ള ഭയങ്ങൾ, മക്കളുടെ കല്യാണ തടസ്സങ്ങൾ മൂലമുള്ള അസ്വസ്ഥതകൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, അവരുടെ സങ്കടങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങൾ, പഠന വൈകല്യങ്ങൾ, എത്ര പരിശ്രമിച്ചിട്ടും കുടുംബത്തിന് ഉയരാൻ പറ്റാത്ത അവസ്ഥകൾ, മാനസികമായ പീഡകൾ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ, വിഷാദ രോഗങ്ങൾ, ടെൻഷനുകൾ, വർത്തമാനം അറിയാൻ പാടില്ലാത്ത അവസ്ഥകൾ, പറയുമ്പോൾ തെറ്റിപ്പോകുന്ന അവസ്ഥ, പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, പലരാലും അവഗണിക്കപ്പെട്ട അവസ്ഥ, ഒറ്റപ്പെട്ടു പോയ അവസ്ഥ, കാൽവരിയിൽ കുരിശ് തൂങ്ങിക്കിടന്ന ക്രിസ്തുവിനെ പോലെ, ബെത്ലഹേമിൽ ജീവിക്കാൻ ഇടം കിട്ടാതെ കാലിത്തൊഴുത്തിൽ പിറന്ന കുഞ്ഞിനെ പോലെ, ഒന്നുമല്ലാത്തവനായ, ഒന്നുമില്ലാത്തതായ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നിങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ സ്വർഗം തുറക്കട്ടെ, സ്വർഗത്തിൻ്റെ വാതിൽ ഇറങ്ങി വരട്ടെ. നാം ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ചുവട് ഇന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് വെക്കണം. ഒന്ന് മനസ്സുകൊണ്ട് ഈശോയെ എന്ന് വിളിക്കണം. നമ്മുടെ ചുണ്ടുകൊണ്ടല്ല, നമ്മുടെ സ്വരം കൊണ്ടല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് ഈശോയെ എന്ന് ഇന്ന് പല ആവർത്തി വിളിക്കണം. അപ്പോൾ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം
ഹോസിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. ക്രിസ്മസ് ദിനങ്ങളിൽ ധ്യാനിക്കാൻ പറ്റിയ ഒരു തിരുവചനമാണ്. ഇസ്രയേലിനാണ് കൊടുക്കുന്നൊരു മെസ്സേജാണ്. ഹോസിയ പറയാ, ഇസ്രയേൽ നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. വചനം കേൾക്കുന്ന മക്കളെ, നിങ്ങളാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. നിങ്ങളാണ് പുതിയ ഇസ്രയേൽ. ആയതിനാൽ ഹോസിയായുടെ ഈ വാക്കുകൾ നമ്മുടെ ചെവികളിലും നമ്മുടെ ഹൃദയങ്ങളിലും ഈ ദിവസങ്ങളിൽ മുഴങ്ങണം. തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. ആ ഒരു സുബോധം ഇന്ന് ലഭിക്കട്ടെ. ദൈവത്തിന് പുറംതിരിഞ്ഞ് നിന്നത്, പ്രാർത്ഥനയ്ക്ക് പുറംതിരിഞ്ഞ് നിന്നത്, വചനത്തിന് പുറംതിരിഞ്ഞ് നിന്നത്, ദൈവിക വെളിപാടുകളുടെ മുൻപിൽ പുറംതിരിഞ്ഞ് നിന്നത്. അതാണ് ഹോസിയ പറയുന്നത്, നിന്റെ അകൃത്യങ്ങൾ നിമിത്തം, ദുഷ്ടത നിമിത്തം, ദൈവത്തെ മറന്നതുകൊണ്ട്, സഹോദരനെ മറന്നതുകൊണ്ട് അങ്ങനെയാണ് നിനക്ക് കാലിടറിയത്. കുറ്റം പറഞ്ഞ് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. ഒരു മാനസാന്തരം, ഒരു അനുരഞ്ജനം, ഒരു ചങ്കുപൊട്ടിയുള്ള ഒരു നിലവിളിയോടെ കർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. നന്മയായത് സ്വീകരിച്ചാലും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനത്തോടെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഈ ക്രിസ്മസ് നാളിൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൻ്റെ അരൂപിയെ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ജീവദായകന പരിശുദ്ധാത്മന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിൻ്റെയും മുഖ്യത്വത്തിന് വിശുദ്ധ മിഖേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫേലിൻ്റെയും പ്രാർത്ഥനയോട് ചേർന്ന് എൻ്റെ മാമോദീസയുടെ ശക്തിയാലും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും കത്തോലിക്ക സഭയുടെ ശക്തിയാൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ കർത്താവ് യേശുവിൻ്റെ നാമത്താൽ നിങ്ങളെ ബാധിച്ച സകല ശക്തികളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. അന്ധകാര ശക്തികളെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. തിന്മയുടെ ശക്തികളെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഈ മക്കളെ തൊട്ടുപോകരുതെന്ന്, ഇവരുടെ നിയോഗങ്ങളെ, ഇവരുടെ പ്രാർത്ഥനകളെ, ഇവരുടെ ജീവിതങ്ങളെ, ഇവരുടെ യാത്രകളെ, ഇവരുടെ സാമ്പത്തിക മേഖലകളെ തൊട്ടുപോകരുതെന്ന് യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കടബാധ്യതകളെ, അസ്വസ്ഥതകളെ, കലഹങ്ങളെ, നിരാശകളെ, മാരകരോഗങ്ങളെ, രോഗാണുക്കളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ ബന്ധിക്കുന്നു. ഇവരുടെ ഭവനത്തിലോ സ്ഥാപനങ്ങളിലോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ ശാസിച്ച്, നിങ്ങളെ ബന്ധിച്ച് ഈ മക്കളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ഹല്ലേലൂയ. ഓ സാങ്വേ ദാക്വേ സ്കതുറിഷദൽ കോറദി ജസു come sorgente della misericordia per noi, confidiamo in te Gesù. Vieni Spirito Santo, illumina nostra mente, illumina il nostro cuore, illumina la nostra vita. Amen. Hallelujah, 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 hallelujah. പ്രിയപ്പെട്ട മക്കളെ, ഈ ക്രിസ്മസ് നാളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി ഈ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ പരിചയമുള്ള എല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കുക. അവരോട് പറയുക ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഈശോ നിങ്ങളെ ഉറപ്പായും അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജനുവരി 2, 3, 4 മണിമല കൺവെൻഷൻ, ചങ്ങനാശ്ശേരി ഫൊറോന കൺവെൻഷനാണ്. മണിമല പൊൻകുന്നത്തിനടുത്താണ്. ആ ഭാഗത്തുള്ള മക്കൾക്കൊക്കെ ആ കൺവെൻഷന് പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള പത്തനംതിട്ട, കോട്ടയം, മുണ്ടക്കൈ ആ ഭാഗത്തുള്ള എല്ലാവരോടും പറയണം. മണിമല കൺവെൻഷനിൽ 3 ദിവസമേ ഉള്ളൂ.
സായാഹ്നത്തിലാണ് വന്ന് പങ്കെടുക്കാനായിട്ട്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഈ ദേവാലയത്തിൽ ആരംഭിക്കാൻ പോകുന്ന ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവ് ഈ ദേവാലയത്തിൽ വന്ന് നിറയാനും ജനുവരി 13 വിശുദ്ധ അന്തോനീസിൻ്റെ സ്തുതിക്കായി മഹത്വത്തിനായി അച്ഛൻ തുടങ്ങുന്ന സായാഹ്ന കൺവെൻഷൻ എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ദേവാലയത്തിൽ നടക്കാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.